എല്ലാവർക്കും +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ചാപ്റ്റർ 4 ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C++ എന്ന ചാപ്റ്ററാണ്. നമുക്കറിയാം C++ ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണല്ലേ. ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് C++. അതിന് വേറൊരു പ്രത്യേകത, ഇതൊരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഏതൊരു ലാംഗ്വേജ് പഠിക്കുമ്പോഴും നമുക്ക് ഒരു ക്യാരക്ടർ സെറ്റ് ഉണ്ടായിരിക്കും. അതിൻ്റേതായിട്ടുള്ള ലാംഗ്വേജിൻ്റെ ഒരു ക്യാരക്ടർ സെറ്റ് ഉണ്ടായിരിക്കും. അത് മലയാള ലാംഗ്വേജ് ആയാലും ശരി, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയാലും ശരി, ഏത് ലാംഗ്വേജ് ആയാലും അതിന് അതിൻ്റേതായിട്ടുള്ള ആൽഫബറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ലേ. അതുപോലെ തന്നെ നമ്മൾ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോഴും അതിനുണ്ട് ക്യാരക്ടർ സെറ്റ്. അപ്പോൾ എന്താണ് ക്യാരക്ടർ സെറ്റ് എന്ന് നമുക്ക് നോക്കാം. The set of valid characters in a language which is the fundamental units of that language is collectively called character set. ഒരു ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത് ആ ലാംഗ്വേജിൻ്റെ ഏതൊക്കെ ക്യാരക്ടേഴ്സ്, ഏതൊക്കെയാണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്, അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സാണ് ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഏതൊക്കെയാണ് C++ ലാംഗ്വേജിൻ്റെ ക്യാരക്ടർ സെറ്റ് എന്ന് നോക്കാം. ഫസ്റ്റ്, ലെറ്റേഴ്സ്. ലെറ്റേഴ്സ് എന്നുള്ള ക്യാരക്ടർ സെറ്റിൽ ഏതൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം. ക്യാപിറ്റൽ ലെറ്റേഴ്സായ A to Z വരെയുള്ള ലെറ്റേഴ്സും, അതുപോലെ സ്മോൾ ലെറ്റേഴ്സായ A to സ്മോൾ z അതും ലെറ്റേഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നു. അതുപോലെ അടുത്ത ആളാണ് ഡിജിറ്റ്സ്. ഡിജിറ്റ്സ് നമുക്കറിയാലോ, 0 തൊട്ട് 9 വരെയുള്ള ഡിജിറ്റുകളെല്ലാം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തേർഡ് കാറ്റഗറിയാണ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. നമ്മൾ കീബോർഡിൽ കാണുന്ന ഈ സിമ്പിൾസ്, പ്ലസ്, മൈനസ്, സ്റ്റാർ, ദെൻ ഡിവിഷൻ, ഇതെല്ലാം ഈ കാണുന്നതെല്ലാം എന്താണ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് പെട്ടതാണ്. ദെൻ അടുത്തത് വൈറ്റ് സ്പേസസ്. നമ്മൾ സ്പേസ് ബാർ, ഹൊറിസോണ്ടൽ ടാബ്, ഇതെല്ലാം ഏത് കാറ്റഗറിയിൽ വരുന്നു? വൈറ്റ് സ്പേസസ് എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. അതുപോലെ ഇത് കൂടാതെ മറ്റു ക്യാരക്ടേഴ്സും ഉണ്ട്. ദെൻ ആസ്കി ക്യാരക്ടേഴ്സ് എന്ന് പറയും. അതെല്ലാം ഇൻക്ലൂഡഡ് ആണ് ഏതിലെ? ക്യാരക്ടർ സെറ്റ് ഓഫ് C++ ലാംഗ്വേജ്. ഇതെല്ലാമാണ് C++ ലാംഗ്വേജിൻ്റെ ക്യാരക്ടർ സെറ്റ്. ഇനി അടുത്ത ടോപ്പിക്കാണ് ടോക്കൺ. എന്താണ് ടോക്കൺ? ടോക്കൺസ് ആർ ദ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ഒരു പ്രോഗ്രാം ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട ബ്ലോക്സുകളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടോക്കൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാണ്. ഒരു വീട് തന്നെ ആയിക്കോട്ടെ. വീട് നമ്മൾ ബിൽഡ് ചെയ്യാനായിട്ട്, ഉണ്ടാക്കാനായിട്ട് അതിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കുക? ബ്രിക്സ് ഉപയോഗിക്കും, അതുപോലെ മണലും സിമെൻറ്റും, അതുപോലെ വുഡൊക്കെ ഉപയോഗിക്കില്ലേ? എന്തിനു വേണ്ടി? ആ വീടൊന്നും ഉണ്ടാക്കാൻ. അപ്പം അതേ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മളൊരു പ്രോഗ്രാം, 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാം ആയാലും ശരി, അത് ഒത്തിരി വലിയ സോഫ്റ്റ്വെയർ ആയാലും ശരി, നമ്മൾ ആ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ, പ്രോഗ്രാം ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതെല്ലാം നമ്മൾ എന്ത് ഗ്രൂപ്പിൽ പെടുത്തുന്നു? ടോക്കൺസ് എന്ന ഗ്രൂപ്പിൽ പെടുന്നു. അതെല്ലാം അതിൻ്റെ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. എങ്കിലാണ് ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്ത് വരുള്ളൂ. അതിൽ കുറേ ലെറ്റേഴ്സും അതുപോലെ തന്നെ കുറേ ഓപ്പറേറ്റേഴ്സും നേരത്തെ കണ്ട ക്യാരക്ടർ സെറ്റിലെ എല്ലാം നമ്മൾ ഉപയോഗിക്കുകയാണ് പല രൂപത്തിൽ. അതിനെയാണ് നമ്മൾ പറയുന്നത് ടോക്കൺസ്. ഈ ടോക്കണെ തന്നെ നമ്മൾ പറയുന്നു ലെക്സിക്കൽ യൂണിറ്റ്സ്. ഈ ലെക്സിക്കൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാലും ടോക്കൺ എന്ന് പറഞ്ഞാലും അത് ആരാണ്? ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദ പ്രോഗ്രാം ആണ്. ഓക്കെ, ഇനി ഏതൊക്കെയാണ് ഈ ടോക്കൺസ് എന്ന് നമുക്ക് നോക്കാം. 5 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണത്? ഫസ്റ്റ് വൺ ഐഡൻറ്റിഫയേഴ്സ്, തേർഡ് ലിറ്ററൽസ്, ഫോർത്ത് പങ്ക്ച്വേഷൻസ് ആൻഡ് ഫിഫ്ത്ത് ഓപ്പറേറ്റേഴ്സ്. ഈ 5 എണ്ണമാണ് ടോക്കൺസ്. എന്തിൻ്റെ? ഒരു ഹൈ ലെവൽ ലാംഗ്വേജ്, അത് ഏത് ലാംഗ്വേജ് ആയാലും ശരി, ഏതൊരു ഹൈ ലെവൽ ലാംഗ്വേജിനായാലും അതിൻ്റേതായിട്ടുള്ള ടോക്കൺസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം C++ലെ ഈ ടോക്കൺസ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് അതിൽ വരുന്നത് എന്ന് നമുക്ക് നോക്കാലോ. ആദ്യം തന്നെ
കീവേഡ്സ് എന്താന്ന് നോക്കാം. റിസർവ്ഡ് വേർഡ്സിനെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കീവേഡ്സ് ആർ ദ വേർഡ്സ് ദാറ്റ് കൺവേ സ്പെസിഫിക് മീനിങ് ടു ദ ലാംഗ്വേജ് കമ്പൈലർ. നമ്മുടെ ലാംഗ്വേജ് കമ്പൈലറിന് ഒരു കറക്റ്റ് മീനിങ്, ഒരു സ്പെസിഫിക് മീനിങ് പാസ് ചെയ്യുന്ന വേർഡ്സ് ആണ് ഏത്? കീവേഡ്സ്. പേരിൽ തന്നെയുണ്ട്, അവർ റിസർവ്ഡ് വേർഡ്സ് ആണ്. അത് വെറുതെ ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അത് റിസർവ്ഡ് ആണ്. അതിന് കറക്റ്റ് മീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി എന്തൊക്കെയാണ് ആ റിസർവ് വേർഡ്സ്? C++ലെ റിസർവ്ഡ് വേർഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്നതാണ് C++ലെ റിസർവ്ഡ് വേർഡ്സ്. ഇതിൽ ഏതൊക്കെയാണ്? ASM, കണ്ടിന്യൂ, ഫ്ലോട്ട്, ന്യൂ, സൈൻഡ്, ട്രൈ, ഓട്ടോ, ഡിഫോൾട്ട്, ഫോർ, ബ്രേക്ക്, കേസ്, ഡു, ഗോ ടു, ഇഫ്, അങ്ങനെ ഒത്തിരി റിസർവ് വേർഡ്സ് ഉണ്ട്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ബ്രേക്ക്, കേസ്, ക്യാരക്ടർ, കാർ, ഡു, ഡബിൾ, എൽസ്, ഇഫ്, ഗോ ടു, ഫോർ, ഇൻറ്റ്, ലോങ്, ഷോർട്ട്, റിട്ടേൺ, ന്യൂ, സൈൻഡ്, സൈസ് ഓഫ്, സ്റ്റാറ്റിക്, സ്ട്രക്ട്, സ്വിച്ച്, ദെൻ വൈൽ, വോയിഡ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് ആണ്. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കീവേഡ്സിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ, എല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആണ് അല്ലേ. മാത്രമല്ല C++ൽ നമ്മൾ ഇവരെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എന്ന് പറഞ്ഞ് നമ്മൾ ഈ കീവേഡ്സ് കൊടുക്കുകയാണെങ്കിൽ അത് റോങ് ആണ്. സ്മോൾ ലെറ്റേഴ്സിൽ തന്നെ കൊടുക്കണം, എങ്കിലേ അത് കീവേഡ്സ് ആവുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് കീവേഡ്സ്. ഓക്കെ, അടുത്ത ടോക്കൺ നമുക്ക് നോക്കാം. ഐഡൻറ്റിഫയേഴ്സ്. എന്താണ് ഐഡൻറ്റിഫയേഴ്സ്? പേരിൽ തന്നെയുണ്ടല്ലേ, ഐഡൻറ്റിറ്റി ആണ്. സം ആബ്ജക്റ്റ്, അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ആ ആബ്ജക്റ്റിന് ഒരു പേര് കൊടുക്കും. അങ്ങനെയാണ് അതിനെ ഐഡൻറ്റിഫൈ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ഒരു ആബ്ജക്റ്റിന് നമ്മൾ ഒരു പേര് കൊടുക്കുമ്പോൾ അതിന് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുകയാണ്. അപ്പം എന്താണ് ഐഡൻറ്റിഫയേഴ്സ്? നമുക്കൊന്നും കൂടെ നോക്കാം. Identifiers are the user-defined words that are used to name different program elements such as memory locations, statements, functions, objects, classes, etc. ഇപ്പോൾ C++ പ്രോഗ്രാമിൽ നമ്മൾ മെമ്മറി ലൊക്കേഷനിലും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ്സിനും പല ഓബ്ജക്ട്സിനും ക്ലാസ്സിനൊക്കെ ഓരോ പേര് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ട്? അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് യൂസറാണ് ഡിഫൈൻ ചെയ്യുക ആ ഐഡൻറ്റിഫയർ നെയിമൊക്കെ. ആ ഐറ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐഡൻറ്റിഫയേഴ്സ്. അപ്പോൾ ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത് പല കാറ്റഗറിയിൽ വരും. ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ഐഡൻറ്റിഫയേഴ്സ് ഓഫ് മെമ്മറി ലൊക്കേഷൻസ്. മെമ്മറി ലൊക്കേഷൻസിന് തന്നെ നമുക്കൊരു പേരിട്ട് കൊടുക്കും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. അവരെ നമ്മൾ ജനറലി പറയുന്നതാണ് വേരിയബിൾസ്. അവരെ നമ്മൾ വേരിയബിൾസ് എന്ന് പറയും. അതുപോലെ ചില ഐഡൻറ്റിഫയേഴ്സ് ഉണ്ട്, അത് സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അവരെ പറയുന്ന പേരാണെന്ത്? ലേബിൾസ്. അതുപോലെ ചില ഐഡൻറ്റിഫയേഴ്സ് എല്ലാം സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ പറയും, അതാണ് ഫങ്ഷൻ നെയിംസ്. ഫങ്ഷന് നമ്മൾ പേരിടും, അതാണ് ഫങ്ഷൻ നെയിം. ഇതെല്ലാം ഐഡൻറ്റിഫയേഴ്സ് ആണ്. അങ്ങനെയെങ്കിൽ ഐഡൻറ്റിഫയർ ഒരു നെയിം ചെയ്യാനായിട്ട്, ഒരു ഓബ്ജക്റ്റിന് ക്ലാസ്സിന് നെയിം ചെയ്യാനായിട്ട് കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. ഫസ്റ്റ്, ഐഡൻറ്റിഫയർ ഈസ് എൻ ആർബിട്രറി ലോങ് സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ. ഐഡൻറ്റിഫയർ അതിൽ ലെറ്റേഴ്സ് ഉണ്ടാവും, ഡിജിറ്റ്സ് ഉണ്ടാവും, അതുപോലെ അണ്ടർസ്കോർ ഉണ്ടാവും. അപ്പോൾ ഐഡൻറ്റിഫയറിൽ നമ്മൾ നെയിം ചെയ്യുമ്പോൾ അതിൽ ലെറ്റേഴ്സും ഡിജിറ്റ്സും അണ്ടർസ്കോർ ഒക്കെ ഉണ്ടാവാം, നോ പ്രോബ്ലം. Then second rule, the first character must be a letter or underscore. First character, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഐഡൻറ്റിഫയറിൻ്റെ ഫസ്റ്റ് ക്യാരക്ടർ എന്തായിരിക്കണം? ലെറ്ററോ അല്ലെങ്കിൽ അണ്ടർസ്കോറോ ആകണം. അപ്പോൾ നമ്മൾ ഒരു ഐഡൻറ്റിഫയറിന് ഒരു പേരിട്ടു, ഒരു ഐഡൻറ്റിഫയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആ ഐഡൻറ്റിഫയറിലെ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കണം, ഫസ്റ്റ് ക്യാരക്ടർ ലെറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ അണ്ടർസ്കോർ ആയിരിക്കണം. അല്ലാത്തതൊക്കെ എന്താണ്? ഇൻവാലിഡ് ആണ്. അതൊന്നും കൺസിഡർ ചെയ്യാൻ പറ്റുന്നതല്ല ഐഡൻറ്റിഫയർ എന്നുള്ള ഗ്രൂപ്പിൽ. ഓക്കെ, ഇനി തേർഡ് റൂൾ എന്താണ്? വൈറ്റ് സ്പേസ് ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആർ നോട്ട് അലൗഡ്. നമ്മൾ ഒരു ഐഡൻറ്റിഫയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഗ്യാപ്പ് ഒന്നും പാടില്ല.
വൈറ്റ് സ്പേസ് ഉണ്ടാവരുത്. അതുപോലെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, ഏതൊക്കെയാണ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമുക്കറിയാലോ, ഹാഷ്, ഡോളർ, പെർസെൻറ്റേജ്, അതൊന്നും എന്തുണ്ടാവരുത്, അതിലുണ്ടാവരുത്. എന്തേ ഉണ്ടാവാൻ പാടുള്ളൂ, അണ്ടർസ്കോർ ഉണ്ടാവാം, ഡിജിറ്റ്സ് ഉണ്ടാവാം, അതുപോലെ ലെറ്റേഴ്സ്, ഇതിൻ്റെ കോമ്പിനേഷൻസ് ആണ് ഉണ്ടാവാൻ പാടുള്ളൂ. അതും ഫസ്റ്റ് ക്യാരക്ടർ എന്തായിരിക്കണം, അണ്ടർസ്കോറോ അല്ലെങ്കിൽ ലെറ്ററോ ആയിരിക്കണം എന്നാണ് കണ്ടീഷൻ. ദെൻ ഫോർത്ത് റൂൾ, കീവേഡ്സ് കനോട്ട് ബി യൂസ്ഡ് ആസ് ഐഡൻറ്റിഫയേഴ്സ്. കീവേഡ്സിനെ നമ്മൾ ഐഡൻറ്റിഫയർ ആയിട്ട് എടുക്കാൻ പാടില്ല. കീവേഡ്സ് നമ്മൾ നേരത്തെ കണ്ടല്ലോ അല്ലേ, ഏതൊക്കെയായിരുന്നു കീവേഡ്സ്, ആ കീവേഡ്സൊക്കെ ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാനൊന്നും പറ്റില്ല. ഒരു പക്ഷെ ഉപയോഗിക്കാം. കീവേഡ്സ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റേഴ്സ് ആണല്ലോ, അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് കീവേഡ് അല്ലല്ലോ. സ്മോൾ ലെറ്റേഴ്സ് വന്നാലല്ലേ കീവേഡേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതൊന്ന് നോ പ്രോബ്ലം ആണ്. പക്ഷേ പൊതുവേ നമ്മൾ പറയും കീവേഡ്സ് എന്തല്ല, കീവേഡ്സിനെ നമ്മൾ ഐഡൻറ്റിഫയർ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. ദെൻ ലാസ്റ്റ് റൂൾ, അപ്പർ ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ് ആർ ട്രീറ്റഡ് ഡിഫറെൻ്റ്ലി. അതായത് ഇപ്പോൾ നമ്മൾ ഒരു വേരിയബിൾ നെയിം ക്യാപിറ്റൽ സം എന്ന് കൊടുത്തു, ക്യാപിറ്റൽ ലെറ്റേഴ്സ്, ഓൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, SUM ക്യാപിറ്റൽ ആണ്. അതേസമയം വേറൊരു വേരിയബിൾ സ്മോൾ ലെറ്റേഴ്സ് സം എന്ന് കൊടുത്തു, രണ്ടും രണ്ടാണ്. കാരണം C++ൽ അത് കേസ് സെൻസിറ്റീവ് ആണ്. C++ ഈസ് കേസ് സെൻസിറ്റീവ്. അത് കാരണം ക്യാപിറ്റൽ ലെറ്റേഴ്സിനെ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടും അതുപോലെ സ്മോൾ ലെറ്റേഴ്സിനെ വേറൊരു ഐഡൻറ്റിഫയർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, എക്സാമ്പിൾസ് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വാലിഡ് ആയിട്ടുള്ള ഐഡൻറ്റിഫയേഴ്സ്. ഫസ്റ്റ് കൗണ്ട്, ഇത് ഐഡൻറ്റിഫയർ വാലിഡ് ആണ്. കാരണം എന്താ, എല്ലാ ലെറ്റേഴ്സാണ്, ഇതിൽ വരുന്ന ക്യാരക്ടേഴ്സ് മൊത്തത്തിൽ ലെറ്റേഴ്സാണ്. അപ്പോൾ പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് കംപ്ലീറ്റ്ലി എന്താണ്, വാലിഡ് ആണ്. ദെൻ നെക്സ്റ്റ്, സം ഓഫ് ടു നമ്പേഴ്സ്, ഇതിലെ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്, ലെറ്റേഴ്സ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഒരു ഡിജിറ്റ് വന്നു, നോ പ്രോബ്ലം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് റൂളിൽ തന്നെ ലെറ്റേഴ്സും ഡിജിറ്റ്സും ഒക്കെ വരാമെന്ന്. ഇനി അടുത്ത് നോക്കൂ, അണ്ടർസ്കോർ ഫസ്റ്റ് റാങ്ക്, ഇതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇല്ല, അത് വാലിഡ് ആണ്. കാരണം ഈ ഒരു പേരിൻ്റെ ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് അണ്ടർസ്കോർ ആണ്, നമുക്ക് അലൗഡ് ആണല്ലേ. കാരണം സെക്കൻഡ് റൂളിൽ അങ്ങനെയാണ് പറയുന്നത്, ഫസ്റ്റ് ക്യാരക്ടർ അണ്ടർസ്കോർ വരാം എന്ന്. നോക്കൂ, ഇനി അടുത്തത് മെയിൻ ക്യാപിറ്റൽ M ആണ്. നമുക്ക് പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇഞ്ച് മെയിൻ എന്നൊക്കെ, അത് സ്മോൾ ലെറ്റർ ആണ്, ഇത് പക്ഷേ ക്യാപിറ്റൽ ആണ്, സോ നോ പ്രോബ്ലം. ദെൻ അടുത്ത കേസ് നോക്കൂ, ആവറേജ് അണ്ടർസ്കോർ ഹൈറ്റ്, ഇതും വലിയ പ്രോബ്ലം ഒന്നുമില്ല. കാരണം എന്താ, അതൊരൊറ്റ വേർഡ് തന്നെയാണ്, മാത്രമല്ല അണ്ടർസ്കോർ അലൗഡ് ആണ് അല്ലേ. ദെൻ അടുത്ത് നോക്കൂ, ഫോർ നമുക്ക് വേണമെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടാം കീവേഡ് ആണോ എന്ന്. എല്ലാ കീവേഡ് അല്ല. കാരണം എന്താ, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഫോർ ഉപയോഗിക്കണോണ്ട് കുഴപ്പമില്ല, അത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണെങ്കിൽ നോ പ്രോബ്ലം. സ്മോൾ ലെറ്റേഴ്സ്, ഫുൾ സ്മോൾ ലെറ്റേഴ്സ് ആണെങ്കിൽ അതെന്താണ്, കീവേഡ് ആയിട്ട് മാറും. ഈ കേസിൽ അത് കീവേഡ് അല്ല. ഓക്കെ, ഇനി ലിറ്ററൽസ് എന്നുള്ള ടോപ്പിക് വളരെ ഈസിയാണ്, വേറെ ഒന്നുമില്ല. എന്താണ് ലിറ്ററൽസ്? ടു റെപ്രസെൻറ്റ് ഡാറ്റ ഐറ്റംസ് ദാറ്റ് നെവർ ചേഞ്ച് ദെയർ വാല്യൂ ഡ്യൂറിങ് ദ പ്രോഗ്രാം റൺ ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും ഡാറ്റ ഐറ്റത്തിനെ അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാത്ത ഡാറ്റ ഐറ്റംസ് ആണ് ലിറ്ററൽസ് എന്ന് പറയുന്നത്. നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതാണ് ഇതൊക്കെ. ഈ ലിറ്ററൽസ് തന്നെ നമുക്ക് 4 കാണാൻ പറ്റും. 4 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇൻറ്റിജർ ലിറ്ററൽസ്, ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ്, ക്യാരക്ടർ ലിറ്ററൽസ്, സ്ട്രിംഗ് ലിറ്ററൽസ്. ഏതൊക്കെയാണ് ഇവരെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ്, ഇൻറ്റിജർ ലിറ്ററൽസ്. ഇൻറ്റിജർ ലിറ്ററൽസ് എന്ന് പറയുന്നത് ഏതാണ്? ഓൾ നമ്പേഴ്സ് ആണ്. ഇപ്പം നോക്കൂ, ഇതിൻ്റെ എക്സാമ്പിൾസ് 1776, then 707, then -273. ഇതെല്ലാം ഓൾ നമ്പേഴ്സ് ആണ് അല്ലേ, ഇൻറ്റിജേഴ്സ് ആണ്. ഡെസിമൽ പോയിന്റ്സ് ഒന്നുമില്ല ഇതിൻ്റെ ഇടയിൽ. നെഗറ്റീവ് നമ്പേഴ്സിനെ നെഗറ്റീവ് സൈൻ ഉപയോഗിച്ചിട്ടും പോസിറ്റീവ് ഒക്കെ നമുക്കറിയാം, പോസിറ്റീവ് നമ്പർ സൈൻ ഇല്ലെങ്കിൽ അത് പോസിറ്റീവ് ആണെന്ന്. ഓക്കെ, ഇങ്ങനെയുള്ള ലിറ്ററൽസ് ആണ് ഇൻറ്റിജർ ലിറ്ററൽസ്. ദേ ആർ ഇൻറ്റിജർ കോൺസ്റ്റൻസ് ദാറ്റ് ഐഡൻറ്റിഫൈ ഇൻറ്റിജർ ഡെസിമൽ വാല്യൂസ്. ഓക്കെ, ഇനി നമുക്ക് ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ് എന്താണെന്ന് നോക്കാം. ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഡെസിമൽ പോയിന്റ് വരും. ഇങ്ങനെയുള്ള നമ്പേഴ്സ് ആണ് എന്ത്? ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ്. അടുത്ത കാറ്റഗറിയാണ് ക്യാരക്ടർ ലിറ്ററൽസ്. ക്യാരക്ടർ ലിറ്ററൽസ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്, വേറൊന്നുമല്ല. സിംഗിൾ കോട്ട് കണ്ടോ നിങ്ങൾ?
സിംഗിൾ കോട്ടിൽ നമ്മൾ കൊടുക്കുന്ന ലെറ്റേഴ്സോ ക്യാരക്ടറോ ഒക്കെ എന്താണ്? അതെല്ലാം ക്യാരക്ടർ ലിറ്ററൽസ് ആണ്. അപ്പോൾ ക്യാരക്ടർ ലിറ്ററൽസ് എന്ന് പറയുമ്പോൾ ഒരു ക്യാരക്ടർ ഉണ്ടാവുള്ളൂ. അത് ലെറ്റേഴ്സ് ആവാം, ഡിജിറ്റ്സ് ആവാം, സ്പെഷ്യൽ ആവാം, എന്താവാം. സിംഗിൾ കോട്ടാണ് ആയിരിക്കും എന്ന് മാത്രമല്ല ഒരു ക്യാരക്ടർ ഉണ്ടാവാൻ പാടുള്ളൂ. ദ വാല്യൂ ഓഫ് എ സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റന്റ് ഈസ് ദ ആസ്കി വാല്യൂ ഓഫ് ദ ക്യാരക്ടർ. ഇപ്പോൾ പൊതുവെ ആ ഒരു സിംഗിൾ ക്യാരക്ടർ, ആ ക്യാരക്ടർ കോൺസ്റ്റന്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആസ്കി വാല്യൂ ആയിരിക്കും. ഇപ്പോൾ സ്മോൾ ലെറ്റർ എ, അതിൻ്റെ ആസ്കി വാല്യൂ 97 ആണ്. അപ്പോൾ ആ 97 ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എനിവേ, then the value of C will be 99, which is the ASCII value of C, and the value of A will be the ASCII value of 65. അപ്പോൾ ക്യാരക്ടർ ലിറ്ററൽസ് നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു ലെറ്റർ വരുള്ളൂ, മീൻസ് ഒരു ക്യാരക്ടർ വരുള്ളൂ. അത് സിംഗിൾ കോട്ടിലായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ അടുത്ത ആളാണ് സ്ട്രിങ് ലിറ്ററൽസ്. സ്ട്രിങ് ലിറ്ററൽസ് കാണുന്നത് ഡബിൾ കോഡ്സ് വെച്ചിട്ടാണ്. ഡബിൾ കോഡ്സിൽ നമ്മൾ ക്യാരക്ടേഴ്സ് കൊടുക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? അത് സ്ട്രിങ് ലിറ്ററൽസ് ആയിരിക്കും. അപ്പം ഇതിൻ്റെ പ്രത്യേകത, സ്ട്രിങ് ലിറ്ററലിൽ ഒരു ക്യാരക്ടറോ ഒന്നിലധികം ക്യാരക്ടറോ ഉണ്ടാവാം. അത് ഡബിൾ കോഡ്സിലായിരിക്കും ഇട്ടിരിക്കുക എന്ന് മാത്രം. അതിനുള്ള എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഹലോ, ദെൻ ഫ്രണ്ട്സ്, ദെൻ ഇതൊക്കെ ഡബിൾ കോഡ്സിലാണ് കേട്ടോ. ഫ്രണ്ട്സൊക്കെ ഡബിൾ കോഡ്സിൻ്റെ. ദെൻ 123 എന്നുള്ളത് ഡബിൾ കോഡ്സിലിട്ടാൽ അത് സ്ട്രിങ് ലിറ്ററലായി. ദെൻ C++ എന്നുള്ളത് ഡബിൾ കോഡ്സിലിട്ടാൽ അത് സ്ട്രിങ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പോയിന്റ് ചെയ്യേണ്ടത് വേർഡ്സ് ഇൻ ഡബിൾ കോട്ട്, അതാണ് സ്ട്രിങ് ലിറ്ററൽസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോക്കൺ നോക്കാം. പങ്ക്ച്വേറ്റേഴ്സ്. ഏതൊക്കെയാണ് പങ്ക്ച്വേറ്റേഴ്സ്? ഹാഷ്, നമ്മൾ നമ്മുടെ കീബോർഡിൽ കാണുന്ന ഒരു ക്യാരക്ടറാണ് അല്ലേ. അതുപോലെ സെമിക്കോളൻ, കോട്ട്, ഡബിൾ കോട്ട്സ്, ദെൻ ഓപ്പൺ ബ്രാക്കറ്റ്സ്, സ്ക്വയർ ബ്രാക്കറ്റ്സ്, ദെൻ ഓപ്പൺ ബ്രേസസ്. ഇതെല്ലാം എന്താണ്? പങ്ക്ച്വേറ്റേഴ്സ് എന്നുള്ള ടോക്കണിൽ പെടുന്നതാണ്. ഇനി ലാസ്റ്റ് ടോക്കണാണ്, അതായത് അഞ്ചാമത്തെ ടോക്കണാണ് ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് നമുക്ക് ഫെമിലിയർ ആണ്. എന്താണ് ഓപ്പറേറ്റർ എന്ന് അറിയാലോ? ഒരു ഓപ്പറേറ്ററിന് ഓപ്പറൻസ് ഉണ്ടായിരിക്കും ഇല്ലേ? ദെൻ എന്താ നോക്കാം. ഓപ്പറേറ്റേഴ്സ് ആർ ദ ടോക്കൺസ് ദാറ്റ് ട്രിഗർ സം കൈൻഡ് ഓഫ് ഓപ്പറേഷൻ. എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യാനായിട്ടായിരിക്കും. അത് അരിത്തമെറ്റിക് ഓപ്പറേഷൻ ആയിരിക്കാം. എക്സാമ്പിൾ, പ്ലസ് ചെയ്യാനോ, 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനോ, സബ്ട്രാക്ട് ചെയ്യാനോ, മൾട്ടിപ്ലൈ ചെയ്യാനോ, അല്ലെങ്കിൽ 3 നമ്പേഴ്സ് ആഡ് ചെയ്യാനോ, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സ് ആണ് ഓപ്പറേറ്റേഴ്സ് എന്നുള്ള ഗ്രൂപ്പിൽ വരുന്നത്. ഓപ്പറേറ്റർ ഈസ് അപ്ലൈഡ് ഓൺ എ സെറ്റ് ഓഫ് ഡാറ്റ കോൾഡ് ഓപ്പറൻസ്. അപ്പോൾ ഓപ്പറൻസിൻ്റെ മേലാണ് ഓപ്പറേറ്റർ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. Then C++ provides different types of operators like arithmetic, relational, logical, assignment and conditional operator. C++ ലാംഗ്വേജിൽ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അസൈൻമെൻറ്റ് ആൻഡ് കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് എല്ലാം ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇപ്പം നമ്മൾ വീണ്ടും അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഏതാന്ന് നോക്കുകയാണ്. നമുക്ക് വളരെ ഫെമിലിയർ ആണ് ഇതൊക്കെ. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷന് വേണ്ടി നമ്മൾ സ്റ്റാർ യൂസ് ചെയ്യുന്നു. ദെൻ ഡിവിഷൻ, മോഡുലസ്, ഇറ്റ് റിട്ടേൺസ് ദ ഡിവിഷൻ. റിമൈൻഡർ ആഫ്റ്റർ ഡിവിഷൻ ആണ് റിട്ടേൺ ചെയ്യുന്ന മോഡുലസ്. ദെൻ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ, ദെൻ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ. ഡബിൾ പ്ലസ് ആണ്, അതുപോലെ ഡബിൾ മൈനസ് ആണ് എന്ത്? ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ. ബട്ട് ഇത് പുതിയതായിരിക്കും. ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ ഇൻക്രീസസ് ദ വാല്യൂ ഓഫ് എ വേരിയബിൾ ബൈ 1. പ്ലസ് എക്സ്, അതായത് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഈക്വലൻ്റ് ആണ് പ്ലസ് എക്സ്. അതുപോലെ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ഈക്വലൻ്റ് ആണ് മൈനസ് എക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഏതാണെന്ന് നമുക്ക് നോക്കാം. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഡബിൾ ഈക്വൽ, ദെൻ നോട്ട് ഈക്വൽ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ, ലെസ് ദാൻ ഓർ ഈക്വൽ. ഇതെല്ലാം എന്താണ്? റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? ഡബിൾ ആംപർസാൻഡ്. ഇനി നമ്മൾ ലോജിക്കൽ ആൻഡ് എന്നാണ് പറയാം. റിട്ടേൺസ് ട്രൂ ഇഫ് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. 2 സ്റ്റേറ്റ്മെൻറ്റ്സും ട്രൂ ആണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഇത് ട്രൂ ആയിട്ട് ഔട്ട്പുട്ട് വരുള്ളൂ. ഇതിൽ നോക്കൂ, എക്സ് ലെസ് ദാൻ 5 ആൻഡ് എക്സ് ലെസ് ദാൻ 10. എക്സിൻ്റെ വാല്യൂ 5-നേക്കാളും
ചെറുതും അതുപോലെ എക്സിൻ്റെ വാല്യൂ 10നേക്കാളും ചെറുതും ആണെങ്കിൽ മാത്രം, ഈ സെക്ഷനും ട്രൂ ആണെങ്കിൽ മാത്രമാണ് ടോട്ടൽ ഈ എക്സ്പ്രഷൻ്റെ റിസൾട്ട് ട്രൂ ആയിട്ട് വരുള്ളൂ. അതുപോലെ ലോജിക്കൽ ഓർ പൈപ്പ്ലൈൻ ആണ്, ഡബിൾ പൈപ്പ്ലൈൻ. റിട്ടേൺസ് ട്രൂ ഇഫ് വൺ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ അത് ട്രൂ ആയിട്ട് ടോട്ടലി റിട്ടേൺസ് ട്രൂ. ദെൻ ലാസ്റ്റ് ലോജിക്കൽ നോട്ട് റിവേഴ്സ് ദ റിസൾട്ട്. ഇപ്പം നമ്മൾ 0 ആണെങ്കിൽ അതിൻ്റെ റിവേഴ്സ് എന്താ 1 ആണെങ്കിൽ 0. ആ ഒരു കോൺസെപ്റ്റാണ്. ഇപ്പം നോക്കൂ, നോട്ട് എക്സ് ലെസ് ദാൻ 5 ആൻഡ് എക്സ് ലെസ് ദാൻ 10. ഈ കേസിൽ ട്രൂ ആണ് എക്സിൻ്റെ വാല്യൂ. ഇത് ട്രൂ ആയിട്ട് വരാണെങ്കിൽ എന്തായിരിക്കും ഔട്ട്പുട്ട് വരാം? ഫോൾസ് ആണ് വരിക. കാരണം നോട്ട് ദിസ് കേസ്, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണോ ഈ ബ്രാക്കറ്റിനകത്ത് റിസൾട്ട്, അതിൻ്റെ റിവേഴ്സ് ആണ് ടോട്ടൽ ഔട്ട്പുട്ടായിട്ട് വരാം. ദെൻ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ നമുക്ക് ഈസി ആണല്ലോ. അസൈൻമെൻറ്റ് എക്സ് ഈക്വൽ ടു 5യുടെ വാല്യൂ എക്സിലേക്ക് അസൈൻ ചെയ്തു എന്നുള്ള കോൺസെപ്റ്റാണ്. ദെൻ പ്ലസ് ഈക്വൽ എന്നുള്ള ഒരു പുതിയൊരു ഐറ്റം ഉണ്ട്. എന്ത് ഉദ്ദേശിക്കുന്നത്? എക്സാമ്പിൾ നോക്കുക. എക്സ് പ്ലസ് ഈക്വൽ ടു 3. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 3ക്ക് ഈക്വലൻ്റ് ആണ്. മൈനസ് ഈക്വൽ നോക്കൂ, എക്സ് മൈനസ് ഈക്വൽ 3. ഇത് ആക്ച്വലി എങ്ങനെയാണ് വരുന്നത്? എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 3യുടെ ഷോർട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഇങ്ങനെ. അതുപോലെ സ്റ്റാർ മീൻസ് മൾട്ടിപ്ലിക്കേഷൻ അസൈൻമെൻ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ്? ഇങ്ങനെയാണ് വരിക. എക്സ് ഈക്വൽ ടു എക്സ് സ്റ്റാർ 3യുടെ ഷോർട്ടാണിത്. ഇവർ നമ്മൾ പറയുന്നതാണ് അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ഇത് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. ഈക്വൽ എന്ന് പറയുന്നത് മാത്രം ഒരു അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. ഇതിന് താഴെയുള്ള എല്ലാ ഓപ്പറേറ്റേഴ്സും എന്താണ്? അരിത്തമെറ്റിക് അസൈൻമെൻറ്റ്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണല്ലോ പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആൻഡ് മോഡുലസ്. അതിനോടുകൂടെ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററായ ഈക്വലും കൂടെ വന്നാൽ അസൈൻമെൻ്റ് ആയി. അപ്പോൾ എന്താണ്? അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ആണ് ഈ കാറ്റഗറി. ദെൻ ലാസ്റ്റ് കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്. കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ക്വസ്റ്റ്യൻ മാർക്ക്, കോളൻ എന്നുള്ളൊരു ഓപ്പറേറ്ററാണിത്. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുക? എക്സ്പ്രഷൻ 1 ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്പ്രഷൻ 2 കോളൻ, എക്സ്പ്രഷൻ 3. ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അത് ട്രൂ ആണോ? ട്രൂ ആണെങ്കിൽ ഈ ഒരു സെക്ഷൻ വർക്ക് ചെയ്യും. ഫോൾസ് ആണെങ്കിലോ ഈ ഒരു സെക്ഷൻ. അങ്ങനെയാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. അപ്പം ഇതൊക്കെയാണ് എന്ത്? ഓപ്പറേറ്റേഴ്സ് എന്നുള്ള സെക്ഷനിൽ വരുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് വേറൊരു പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്യാനുള്ളത് ഈ ചാപ്റ്ററിൽ IDEയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിക്കും. ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്നതാണ് IDEയുടെ ഫുൾ ഫോം. പിന്നെ വേറൊരു കേസ്, നമ്മൾ ഈ C++ പ്രോഗ്രാം ഫയൽ ചെയ്ത് സൂക്ഷിക്കും അല്ലേ? അപ്പോൾ ഫയൽ നെയിമിൻ്റെ കോഡ് ഒരു എക്സ്റ്റൻഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ പൊതുവേ എക്സാമിന് ചോദിക്കാറുണ്ട്, ഫയൽ എക്സ്റ്റൻഷൻ ഓഫ് C++ പ്രോഗ്രാം ഈസ് ഡാഷ്. അപ്പോൾ എന്താണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്? .cpp. C++